ഹലോ അസ്സാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാത്തു. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്ക് റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 60 ml ഒരു കപ്പിന് ഒരു 1/4 കപ്പ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 4 കോഴിമുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ പഞ്ചസാരയും കൂടി ഇട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിൽ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ അത് നമ്മുടെ കോഴിമുട്ടയൊക്കെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ച മൈദപ്പൊടി ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ടുകൊടുക്കട്ടെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്കിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഇനി ഒരു ടിക്ക് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാറ്ററൊക്കെ എല്ലായിടത്തും ഒരുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു ചെമ്പട്ടിയിലോട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു 4 സ്ലൈസ് ചെയ്ത ചീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു കനം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു 45 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 45 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടാകും നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ചൂടാറിയതിന് ശേഷമാണ് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം.